ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 തൊട്ട് 10 അല്ലി വെളുത്തുള്ളിയും ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 3 തൊട്ട് 4 പച്ചമുളക് നടുവേ കീറിയതും വേണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം. നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 2 ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിടുവാണെങ്കിൽ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ മസാലയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് വേണ്ടിയ ആവശ്യത്തിനുള്ള പൊടിയെല്ലാം ആഡ് ചെയ്യാം. അതിനു വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിന് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ പിരിയമുളകുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുളക് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊന്ന് മൂത്ത് കഴിയുമ്പം വേണം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 2.5 ഒഴിക്കാം. അതൊഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തോട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഒരു 3 കുടംപുളി ആഡ് ചെയ്യുക. അത് നമ്മുടെ പുളിക്ക് അനുസരിച്ച് കൂട്ടാം. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്യണം. പിന്നെ നല്ല തിളച്ച് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലാക്കി മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം മീൻ. അങ്ങനെ മീനൊക്കെ വെന്ത് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേന് നമുക്ക് മീൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഈ ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ ചാറിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.